സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാപതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ വിനുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്ബാധി സാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യഞ്ജനാനാം. നമസ്കാരം. സനാതനധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശിവൻ നാരായണീയത്തിൽ രാമായണം കഥയോട് ബന്ധപ്പെട്ട് ചിത്രകൂടത്തിൽ വസിച്ചു, ഭരദ്വാജ മഹർഷിയെ നമസ്കരിച്ച് ചിത്രകൂടത്തിൽ വസിച്ചു, അതുവരെയാണ് പറഞ്ഞത്. ആറാമത്തെ ശ്ലോകം അടുത്തത്. ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാൻ സ്വർഗയാതം സ്വതാതം തപ്തോ ദത്വാംബു തസ്മൈ നിദതിത ഭരതേ പാതുകാം മേദിനീഞ്ച അത്രിന്നത്വാഥ ഗത്വാവനമതി വിപുലം ദണ്ഡകഞ്ചണ്ഡകായം അത്വാദിത്യം നിരാതും സുഗതിമകലയൻ ചാരുവോച്ചാരഭംഗിം. പറയണം. ശ്രുത്വാ പുത്രാർത്തിഖിന്നം. പൂർവകഥ ആലോചിച്ച് തനിക്ക് പുത്രദുഃഖത്താൽ മരിക്കാനുള്ള യോഗമുണ്ടെന്ന് മനസ്സിലാക്കി ദശരഥൻ രാമ 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 എന്ന് പറഞ്ഞ് ദുഃഖിച്ചു. അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്തു. മുനികുമാരനെ അസ്ത്രമയച്ചു. അത് ആനയാണ് എന്ന് തെറ്റിദ്ധരിച്ച കഥ നമുക്കൊക്കെ അറിയാം. ആന വെള്ളം കുടിക്കുകയാണെന്ന് കണ്ടു. ആ ശബ്ദം കേട്ട് തെറ്റിദ്ധരിച്ച് മഹർഷിയുടെ കുമാരൻ അച്ഛനെയും അമ്മയും തീർത്ഥയാത്ര കൊണ്ടുപോയിരുന്നു. അവർക്ക് കണ്ണു കാണില്ല. മരിച്ചു വീണു. മനുഷ്യ ശബ്ദം കേട്ട് ഭയന്ന് ദശരഥൻ നോക്കുമ്പോൾ സത്യം തിരിച്ചറിഞ്ഞു. വളരെയേറെ ഖേദിച്ചു. ബ്രഹ്മഹത്യാ പാപം മാത്രം അങ്ങേക്ക് ഉണ്ടാവില്ല, പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയും കണ്ട് ഈ വെള്ളം കൊടുത്ത് സംസ്ഥാപരാധം പറയണം. സത്യം തുറന്ന് പറഞ്ഞാൽ കുറേ കുറവുണ്ടാവും, അല്ലെങ്കിൽ അങ്ങ് ഭസ്മാവും. കാരണം എൻ്റെ അച്ഛനും അമ്മയും മഹർഷിമാരാണ്. അച്ഛൻ മഹർഷിയാണ്. അതുകൊണ്ട് വ്യാജമോ മറച്ചു വെച്ച് വേറെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയും അങ്ങേക്കില്ല എന്നും പറഞ്ഞ് ആ അസ്ത്രത്തെ പറിച്ചെടുക്കാൻ പറഞ്ഞു. വലിയ വേദനയോടുകൂടി പിടഞ്ഞ് മുനികുമാരൻ മരിച്ചു എന്നുള്ള വൃത്താന്തം ദശരഥൻ ഓർക്കുന്നു. വേഗം അവിടെ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുത്രനല്ല ഞാൻ, അയോധ്യാധിപതിയായിട്ട് ദശരഥനാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പറ്റേണ്ടത് പറ്റി, എനിക്ക് മാപ്പ് തരണം. മാപ്പ് തരണം എന്ന് പറഞ്ഞാൽ എന്നെ ഇനി നോക്കാൻ ആരാ ഉള്ളത്? ഞങ്ങളെ നോക്കാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങ് പുത്രദുഃഖത്താൽ മരിക്കും. ഇതിൽ യാതൊരു മാറ്റവും ഇളവും ഇല്ല. ബ്രഹ്മഹത്യാപാപം ഉണ്ടാവില്ല. ബ്രഹ്മഹത്യാപാപം കുറേ കൂടി തീക്ഷണമാണ്. അത് അങ്ങേക്ക് ഉണ്ടാവില്ല, ഞങ്ങളെ വൈശ്വരായതുകൊണ്ട്. പക്ഷേ അങ്ങ് പുത്രദുഃഖത്താൽ മരിക്കും. നിവൃത്തിയില്ല. താപസവാക്യം അസത്യമായും വരാ. മുനിവാക്യം എങ്ങനെയാ അസത്യമാവുക? അങ്ങനെ അദ്ദേഹം പ്രാണനെ വെടിഞ്ഞു. ഭരതനെ ആളെ അയച്ചു വരുത്തണം. ശത്രുഘ്നും രണ്ടു കൂട്ടരും രാജ്യത്തിൻ്റെ അവിടെയാണല്ലോ. ഇവിടെ വന്ന് കണ്ടു. എന്തു പറഞ്ഞു? അച്ഛൻ മരിക്കുമ്പോൾ സീത എവിടെ, രാമൻ എവിടെയെന്ന് ചോദിച്ചുമ്പോഴാണ് അവരൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഹാ സീതേ ഹാ രാമ എന്ന് പറഞ്ഞിട്ടാണ് ഭരത മരിച്ചത്. അപ്പം സീതയും രാമനും എവിടെ പോയി? ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭരതൻ കത്തിക്കാളുന്ന ക്രോധത്തോടു കൂടി അമ്മയോട് പറഞ്ഞു, ഇനി എന്തേ വിചാരിച്ച് എൻ്റെ ഏട്ടനെ കാട്ടിലേക്ക് അയച്ച് ഞാൻ ഇവിടെ സുഖമായിട്ട് വാഴുന്നു? ദുഷ്ടേ, നിശാചരി, നിന്നുടെ ഗർഭത്തിൽ ജനിക്കേണ്ടി വന്നത് എൻ്റെ കഷ്ടകാലം എന്നേ ഞാൻ പറയൂ. എൻ്റെ മഹാപാപം, നീ പിശാചാണ്, നീ മനുഷ്യ സ്ത്രീയൊന്നുമല്ല എന്ന് പറഞ്ഞ് അത്യധികം അമ്മയെ ഭർഷിക്കുന്നു ഭരതൻ. ഇല്ല, ഈ സിംഹാസനം എനിക്ക് വേണ്ട, ഈ അമ്മ എനിക്ക് വേണ്ട, രാജ്യം എനിക്ക് വേണ്ട, ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ ഏട്ടനെ കൂട്ടിക്കൊണ്ടുവന്ന സിംഹാസനാരൂഢസ്ഥനാക്കുന്നത് വരെ എനിക്ക് വിശ്രമമില്ല. സൈന്യസമേതം അങ്ങോട്ട് പുറപ്പെട്ടു ഭരതൻ. എല്ലാവരും പുറപ്പെട്ടു. വളരെ എല്ലാവരും ഇതിനെ ശ്ലാഘിച്ചു. അങ്ങനെ തന്നെയാണ് ഉത്തമമായിട്ടുള്ള സഹോദരൻ ചെയ്യേണ്ടത്. എന്താ ഭരത പോകുന്നത് ചോദിച്ച സമയത്ത് ശ്രുത്വാ പുത്രാർത്തിഖിന്നങ്കല് ഭരതമുഖാത്. ഏട്ടാ, നമ്മുടെ അച്ഛൻ നമ്മളെ വിട്ടുപോയി. സഹിക്കാൻ വയ്യാത്ത ദുഃഖത്തോടു കൂടിയിട്ട് രാമൻ അത് കേട്ടു. ഈശ്വര, ഇത് ഞാൻ എങ്ങനെ സഹിക്കും? അത് വേറെ കാര്യം. അതുകൊണ്ട് ഏട്ടൻ നാട്ടിലേക്ക് വരണം.
ഇനി എൻ്റെ അച്ഛൻ ഏട്ടനാണ്, മൂത്ത ജ്യേഷ്ഠന് എപ്പോഴും അച്ഛൻ്റെ സ്ഥാനം ഉണ്ടെന്നാണ്. ഏട്ടൻ ഭരിക്കണം. സ്വർഗയാതം സ്വതാതം, സുപിതാവ് സ്വർഗത്തിനായതിനെ തുടർന്ന് കേട്ടു. തപ്തോദത്വാംബു തസ്മൈ നിദതിത വരതേ പാതുകാം മേദിനിഞ്ച. ഇങ്കുലീഫലം കൊണ്ട് അച്ഛന് പിതൃതർപ്പണം, കാര്യങ്ങൾ, പിതൃകർമ്മം, ഉദകക്രിയ മുതലായിട്ടുള്ളതൊക്കെ ചെയ്തു. നമ്മളെ ഏതൊരന്നം കഴിക്കുന്നുവോ അതുകൊണ്ട് പിതൃതർപ്പണം ചെയ്യാം എന്നാണ്. ഭരതൻ പറഞ്ഞു അതുകൊണ്ടായില്ല, ഏട്ടൻ എൻ്റെ കൂടെ വന്നേ പറ്റൂ. അപ്പം അവിടെ ചില ഉപദേശങ്ങളുണ്ട്. ശരിക്കും പറയാച്ചാൽ കൈകേയിയോട് രാമായണം വായിക്കുന്നവർക്കൊക്കെ ഒരു ദേഷ്യം ഉണ്ടാവും ഇല്ലേ? അത് പോകണതും ഭരതൻ ഈ ചെയ്യണത് ശരിയല്ല, അമ്മയെ വളരെ ധിക്കരിച്ചു, അമ്മ അത് രാക്ഷസിയാണ്, വേറൊന്നാണ്, അമ്മ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മയെ ചീത്ത പറയുന്നു. അപ്പോൾ ഈ ലോകത്തിൽ ആര് കൈകേയി ചീത്ത പറഞ്ഞാലും ഭരതന് പറയാൻ പാടില്ല. കാരണം ഭരതൻ മകനാണ് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മയെ കൊല്ലന്നെ വേണമെന്ന് പറഞ്ഞു ഭരതൻ. രാമായണത്തിൽ വ്യക്തമായിട്ട് പറയണ്ട, അവൾ വധാർഹയാണ് ഏട്ടാ, പാടില്ല, നീ തെറ്റി. ഒരു പുത്രൻ എത്രയായാലും അമ്മയല്ലാതെ ആവുന്നില്ല. ആ കൈകേയിയെ മറ്റുള്ളവർ വിമർശിച്ചോട്ടെ, അവർക്കാവാം, പക്ഷെ നിനക്ക് ഭരത അത് പാടില്ല. അവിടെ ഒരു വലിയ സംവാദമുണ്ട്, ഒരു സർഗം മുഴുവൻ നമ്മൾ ശരിക്കും വായിക്കണം രാമായണം എന്ന് പറയാൻ കാരണം. അപ്പം അത് കേട്ടാൽ നമുക്കൊരിക്കലും കൈകേയിയോട് ഇതുണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ് കൈകേയി അത് പറഞ്ഞത്? രാമൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഭരത, കൈകേയിക്ക് ദശരഥൻ നമ്മുടെ അച്ഛനെ ഇഷ്ടമായിരുന്നു, അച്ഛന് കൈകേയിയെ ഇഷ്ടമായിരുന്നു, എന്നെ കൈകേയിക്ക് ഇഷ്ടമാണ്, എനിക്ക് കൈകേയിയോട് എന്താ വിരോധം? രണ്ടാമതൊരു കാര്യം അവിടെ ഇല്ലല്ലോ അയോധ്യയിൽ. അങ്ങനെ ഇരിക്കെ മന്ധര ഈ കാര്യം പറഞ്ഞു വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, കൈകേയി ശരിക്കും എന്താ വേണ്ടത്? മന്ധരയെ അവിടുന്ന് ഓടിക്കണം, കടന്നു പോടുന്നത്. ഈ ഏഷണി പറഞ്ഞ് ഇവിടേക്ക് വരാൻ നിനക്ക് എങ്ങനെ വന്നു ധൈര്യം? ആരും ഇല്ലേ? എടുക്കുക വാള്, തൽക്ഷണം കൊല്ലല്ലേ വേണ്ട. കൈകേയിയുടെ യഥാർത്ഥ ഒരു രാജ്ഞിയാണ് കൈകേയി എന്നുണ്ടെങ്കിൽ ശരിക്കും കൈകേയി നല്ല സ്വഭാവം ഉള്ളവൾ തന്നെ ആയിട്ട് തന്നെ പറയണം. അശ്വപതി രാജാവിൻ്റെ മകളാവുക, നല്ല സംസ്കാരത്തിൻ്റെ ഉടമയാവുക, ദശരഥൻ്റെ പത്നിയാവുക, രാമൻ്റെ നേരിട്ട് അമ്മയല്ലെങ്കിലും അമ്മ സ്ഥാനത്ത് നിൽക്കുക. അതിനൊക്കെ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് പറ്റുമോ? നല്ല സ്ത്രീക്കേ പറ്റൂ. പിന്നെ എന്തുകൊണ്ട് ഈ മന്ധരയുടെ ഒരു ഉപദേശം കേട്ടിട്ട് ഈ ഒരു കൊടും കൃത്യത്തിന് ഒരുങ്ങി? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ഈശ്വര നിശ്ചയമാണ്. അല്ലെങ്കിൽ ഈ വാക്ക് ഇങ്ങനെയല്ല കൈകേയി പറയുക. കടന്നിപ്പോൾ അവിടുന്ന് പിടിച്ച് പുറത്താക്കാൻ ആരും ഇല്ലേ എവിടെയെന്നാണ് ചോദിക്കുക. അതെന്തുകൊണ്ട് ചോദിച്ചില്ല? സ്വാർത്ഥം ഒട്ടുമില്ല. നല്ല കൈകേയിക്ക് സ്വാർത്ഥം ഇല്ലല്ലോ. ഭരതനും രാമനും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പോൾ അത് ഈശ്വര നിശ്ചയമാണ്. എന്തുകൊണ്ട്? വനവാസം, സീതാപഹരണം, രാവണവധം ഇതൊക്കെ ഉണ്ടാവണം. അതൊന്നും ഇപ്പോൾ ഭഗവാൻ പറഞ്ഞില്ല ഭരതനോട്. ഈശ്വര നിശ്ചയമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്താ ഈശ്വര നിശ്ചയം ആവാൻ കാരണം? ഇതൊക്കെ ഉണ്ടാവണം. ഇപ്പം പറയില്ലല്ലോ, ഇപ്പോൾ രാവണവധത്തെക്കുറിച്ച് ഇവർക്കൊന്നും അറിയില്ല. സീത ഭരിക്കപ്പെട്ടിട്ട് വേണ്ടേ? അതിനായിട്ടില്ലല്ലോ ഇവിടെ. അപ്പോൾ ഈശ്വര നിശ്ചയമാണ് ഭരത, അല്ലെങ്കിൽ നിൻ്റെ അമ്മ അങ്ങനെ പറയില്ല. അവിടെ നീ ഒരു കാര്യം ചെയ്യുക, പെട്ടെന്ന് രാജ്യത്തേക്ക് മടങ്ങി രാജ്യം ഭരിക്കുക. ഇനി ഇതിലൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട. പലരും വാദപ്രതിവാദം ചെയ്ത്, ഭരതൻ മാത്രമല്ല, രാമൻ വരണം. പലരും പറഞ്ഞു, അവരോടൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ ഭരതൻ വാദിക്കണോ വേറൊന്നാണ്, വാദമൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ഒറ്റ കാര്യമാണ് ചോദിക്കണം. ഭരത, നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ? ആണ്. ഞാൻ പറഞ്ഞൊക്കെ നീ കേൾക്കും. നീ പോയിട്ട് രാജ്യം ഭരിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. നീ ഒന്നും കൂടി പറയണ്ട, വേറൊന്നും പറയാനില്ലല്ലോ. ഞാൻ പറഞ്ഞത് കേൾക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു വാക്ക്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, പോയിട്ട് രാജ്യം ഭരിക്കുക. അവിടെ ഭരതൻ തോറ്റു. ഏട്ടനെ അനുസരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഭഗവാൻ തോൽപ്പിച്ചത്. മറ്റൊക്കെ വിട്ടുകളയുക. ഞാൻ പറഞ്ഞത് കേൾക്കുമല്ലോ, എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നീ പോയിട്ട് രാജ്യം ഭരിക്കണം. നീ ഒന്നും കൂടി പറയാൻ പറ്റിയില്ല ഭരതന്. അപ്പോൾ എന്ത് ചെയ്തു? ആ പാതുകം തലയിൽ വെച്ച് രാമ 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 എന്നങ്ങനെ പറഞ്ഞുകൊണ്ട് തപ്തോദത്വംബു തസ്മൈ നിദതിത വരതേ പാതുകാം മേദിനിഞ്ച. ഉദ്ധവൻ ഭഗവാന്റെ ആ മെതിയടി ശിരസിൽ വെച്ച് കൃഷ്ണ 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 എന്ന് ജപിച്ച പ്രകാരം ബദരിയിലേക്ക് പോയോ.
അതേപോലെ ശ്രീരാമൻ്റെ മെതിയടി തലയിലേറ്റി നന്ദിഗ്രാമത്തിൽ വസിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ മെതിയടിയുടെ അടുത്ത് പോയിട്ട് നിൽക്കും. സിംഹാസനത്തിലാണ് മെതിയടി ഇരുത്തിയിരിക്കുന്നത്. രാമൻ വാഴുന്നു, രാമനോട് സംശയം ചോദിക്കുക, എന്തെങ്കിലും മനസ്സിൽ തോന്നി അത് രാമൻ പറഞ്ഞതാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത്രേ 14 കൊല്ലം. ഓരോ ദിവസവും ഇനി എത്ര ദിവസം ഉണ്ടോ 14 കൊല്ലം തികയാൻ എന്ന് കുട്ടികളെ പോലെ കലണ്ടർ വെച്ച് നോക്കിയിട്ടാണ് അവിടെ കഴിഞ്ഞത്. 14 കൊല്ലം കഴിഞ്ഞ് എന്ന് അങ്ങ് വന്നില്ലയോ അന്ന് ഞാൻ അഗ്നിയിൽ ചാടി മരിക്കും, ഭരതൻ പിന്നെ ലോകത്തുണ്ടാവില്ല എന്ന് പറഞ്ഞ് ആ 14ാമത്തെ വർഷം തികയുന്ന ദിവസം ഞാൻ അവിടെ എത്തും, അതിന് മുമ്പേ എത്തും എന്ന് പറഞ്ഞിട്ടാണ് പാതുകാമേദിനിഞ്ച ആ മെതിയടിയെ ശിരസിൽ വെച്ച് അത്രിന്നത്വാദഗത്വാവനമതിവിപുലം ദണ്ഡഗഞ്ചണ്ഡകായം അത്വാദിത്യം വിരാസം സുഗതിമകളയ ചാരുപോച്ചാരഭംഗിയും ആ മെതിയടി കൊടുന്നു വെച്ചു. നന്ദിഗ്രാമത്തിൽ ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിച്ചില്ല. ഗോമൂത്രത്തിൽ കലക്തി ഭക്ഷണാത്ര കഴിച്ച ഏട്ടൻ വരാണ്ട് തന്നെ ആ സ്വാദറിഞ്ഞ് ഭക്ഷിക്കുക പോലും ഇല്ലാന്ന് പറഞ്ഞു. 14 കൊല്ലം നന്ദിഗ്രാമത്തിൽ വ്രതചര്യയോടുകൂടി ക്ഷൗരം ചെയ്യാണ്ട് അലങ്കാരങ്ങൾ ധരിക്കാതെ മര്യാദയ്ക്ക് കുളിക്കുക ഒന്നും ചെയ്യാതെ വ്രതചര്യയിൽ ഭരതൻ രാജ്യം ഭരിച്ചു. അത്രി മഹർഷിയെ പോയിട്ട് വന്ദിച്ചു. അവിടെയാണ് ദണ്ഡകാരണ്യം അരണ്യകാണ്ഡം തുടങ്ങണം. അത്രിന്നത്വാദഗത്വാവനമതിവിപുലം ദണ്ഡകഞ്ചണ്ഡകായം. ദണ്ഡകാരണ്യത്തിൽ കിടന്നു അത്രി മഹർഷിയെ വന്ദിച്ചു. അനസൂയ പല സുഗന്ധദ്രവ്യങ്ങളും മേല് പെരട്ടാനുള്ള ലേപനങ്ങളും സീതയ്ക്ക് കൊടുത്തു. എന്നും നീ യൗവനയുക്തയായിട്ടിരിക്കും, ഇതൊക്കെ ശരീരത്തിൽ പെരട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ. അത്രിന്നത്വ അത്രി മഹർഷിയെ വന്ദിച്ചു. പിന്നെ വലിയ വിപുലമായിട്ടുള്ള കാടാണ് വനം. അതിവിപുലം ദണ്ഡകഞ്ചണ്ഡകായം. ദണ്ഡകാരണ്യത്തിലേക്ക് എത്തി. വിരാധൻ്റെ വരവാണ് അവിടെ ആദ്യം ഉണ്ടാവുന്നത്. ഹത്വാദിത്യം വിരാധം. വിരാധൻ്റെ നല്ലൊരു സ്തുതിയൊക്കെ ഉണ്ട്. വിദ്യാധരോഹം വിമലപ്രകാശ. നല്ലൊരു വിദ്യാധരനായിരുന്നു ഞാൻ, സൗന്ദര്യത്തിൽ അഹങ്കരിച്ചുകൊണ്ട്. ദുർവാസാവിൻ്റെ ശാപത്താൽ രാക്ഷസനായിരിക്കുകയാണ് രാമ. അനവധി പുലികളെ സിംഹങ്ങളെ മാനിനെയൊക്കെ കോർത്തിട്ടാണ് അവൻ്റെ വരവ്. ഈ നെയ്യപ്പം കോർക്കൂലോ, കോല്ല് എന്ന പോലെ ജീവികളെ കോർത്തിട്ടാണ് അവൻ വേണമെങ്കിൽ എടുത്താൽ തിന്നാലോ എന്ന് വിചാരിച്ച് കരുതിക്കൊണ്ടൊക്കെയാണ് അവൻ്റെ വരവ്. ശൂലത്തിൽ കോർത്തും കൊണ്ട് അവനെ വധിച്ചു. അവൻ ഭഗവാനെ തുതിക്കണമൊക്കെ ഉണ്ട്. അധ്യാത്മരാമായണത്തിൽ സുഗതിമകളായ ചാരുപോചാരഭംഗിയും ശരഭംഗ മഹർഷിയെ കണ്ടു. അത്രിയെ കണ്ടതിന് ശേഷം ശരഭംഗ മഹർഷി വളരെ കേമനായിട്ടുള്ള മഹർഷിയാണ്. രാമനെ കണ്ടതോടുകൂടി അദ്ദേഹം തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്ന കാര്യങ്ങളും ആ ശരഭംഗ മഹർഷിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്ദ്രൻ മഹർഷിയെ ബ്രഹ്മലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്, ലക്ഷ്മണ കണ്ടുവോ എന്ന് കാണിച്ചു കൊടുക്കുന്നതും പച്ചക്കുതിരയെ പൂട്ടിയ തേരിൽ ഇന്ദ്രൻ വരുന്നതും ഒക്കെ രാമൻ ലക്ഷ്മണന് കാണിച്ചു കൊടുക്കുന്നതായിട്ടൊക്കെ രാമായണത്തിൽ പറയുന്നു. തുടർന്ന് അഗസ്ത്യ ആശ്രമത്തിൽ പോയിട്ട് അഗസ്ത്യനെ കാണുകയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.